നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ? ആ ബസ്സിൻ്റെ ബോർഡിലേക്ക് നോക്കിയേ, സ്ഥലം കറക്റ്റ് അറിയാം, ആലപ്പുഴ. എന്താണെന്നറിയാം, നമ്മൾ മുല്ലയ്ക്കച്ചിറപ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുക. മണ്ണഞ്ചേരി ബസ്സൊക്കെ പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കിടങ്ങാമ്പറമ്പിലേക്കാണ്. ഇതുണ്ടോ, നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ. അതിന് മേളത്തെ ആ തോരണങ്ങളൊക്കെ കണ്ടോ, കാണാൻ എൻ്റെ രസമാണ്. എനിക്ക് ഭയങ്കര രസമാണ്. പൊളി വൈബ് എന്നൊക്കെ പറയുന്നതുണ്ട്. മുല്ലക്കൽ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ ഉത്സവമാണ് ഈ മുല്ലക്കച്ചിറപ്പ്. ആലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സംഭവം തോന്നുന്നത്. ഇതാണ് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം. ഈ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം മുതൽ മുല്ലക്കൽ ക്ഷേത്രം വരെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. ഈ കച്ചവടക്കാരും ഉണ്ടോ ഇവിടെ. ഈ കടയിൽ നിന്ന് എന്തെടുത്താലും 50 രൂപ 100 രൂപ കമ്മലുകളൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് കുറേ പലഹാരങ്ങളുടെയൊക്കെ കട, ബജി, നല്ല തിരക്കാണ് കേട്ടോ. ഇതിപ്പം കിടങ്ങാമ്പറമ്പിൽ നിന്ന് മുല്ലക്കലേക്ക് പോകുന്ന വഴിയാണ്. എന്താ ബജി, മുളക് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പൊളി വൈബാണ്. അതുകൊണ്ട് ആ കടയിൽ നിന്ന് എന്തെടുത്താലും 100 രൂപയുള്ളൂ കേട്ടോ. കുറേ സാധനമുണ്ട്. പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാലേ നമ്മൾ കുത്തുവാള എടുത്ത് പോകുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ. ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്തത്ര കളിപ്പാട്ടങ്ങളാണ് ഇവിടെ. ഉണ്ടോ ഈ മാലയൊക്കെ ഏതെടുത്താലും 50 രൂപയുള്ളൂ കേട്ടോ. ചേട്ടനിരുന്ന് കോണൊക്കെ പുഴുങ്ങുകയാണ്. ഉണ്ടോ ഒരപ്പം കടല വറക്കുന്നു. ഇല്ലാത്ത ഒരു കച്ചവടവും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഇത് ഗ്ലാസ്സുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കടയാണ്. ഉണ്ടോ കുപ്പി, ഗ്ലാസ് ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ. 5 എണ്ണം 100 രൂപ. ഇപ്പം കാണിച്ചിരിക്കുന്ന ഇതിനൊക്കെ 100 രൂപയാണ്. കളറുള്ളതിനൊക്കെ 100, 150, 200 പല വിലയാണ്. കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ. സെലക്ട് ചെയ്തെടുക്കാനാണ്. ഈ തത്തമ്മ ഉണ്ടോ, പണ്ട് മുതലേ ഉള്ളൊരു ടോയാണ് ഈ തത്തമ്മ. ബാക്കിയുള്ളതെല്ലാം പുതിയ ഐറ്റംസാണ്. കടല വറക്കുന്നു ചേട്ടൻ. കത്തി, അവർക്ക് നല്ല കച്ചവടം നടന്നു തോന്നുന്നു. മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ട്. ഇട്ടാപ്പട്ടിയൊക്കെ വെക്കുന്നത് കുറേ കത്തികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ. കുറേ കളിമൺ വിഗ്രഹങ്ങൾ. ഇത് കാണുമ്പോൾ ഒരു പാട്ട് മനസ്സിൽ ഓർമ്മ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെയാണ് എന്തേരിയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നോക്കി. കളിമൺ പ്രതിമകൾ ഇങ്ങനെ ഉണ്ടോ, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുറേയധികം നിരത്തി വെച്ചിരിക്കുന്നു. ഉണ്ടോ മാല, കമ്മല്, ഇല്ലാത്ത ഒരു സാധനമില്ല കേട്ടോ ഇവിടെ. ഗ്ലാസിൻ്റെ കാരണം ഇത് മാല, ഈ മാലക്കൊക്കെ 50 രൂപയാണ് ഒരു മാലയ്ക്ക്. കുറേയധികം ഉണ്ടോ തലയിലിടുന്ന സാധനങ്ങൾ. ഇത് ചീപ്പുകൾ, ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തുള്ള കടകളുണ്ട് കേട്ടോ. അപ്പോൾ ചീപ്പുകൾക്ക് തന്നെയായിട്ടൊരു കട. അപ്പോൾ നമ്മൾ മുല്ലക്കലേക്ക് കയറിയിരിക്കുകയാണ്. കിടങ്ങാമ്പറമ്പിൽ നേരെ വന്ന് മുല്ലക്കലേക്ക് കയറിയിരിക്കുകയാണ്. മുല്ലക്കലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ഫുൾ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പാനിപ്പൂരിയൊക്കെ വെക്കുന്നത്, ഷാള് വെക്കുന്നത്, ഇല്ലാത്തതായിട്ട് ഒരു ഐറ്റംസും ഇല്ല ഇവിടെ. കാരണം ഉണ്ടോ ബെൽറ്റ്. ഈ കൂടുതൽ കച്ചവടക്കാരും വെളിയിൽ നിന്നുള്ള കച്ചവടക്കാരാണ് കേട്ടോ. ഉണ്ടോ പഴയ ഇതിന് പറയുന്ന പേരുണ്ട്, പെട്രോമാക്സോ അങ്ങനത്തെ സാധനം, റാന്തൽ എന്നൊക്കെ പറയുന്ന തോക്ക്. ഈ തോക്കിനൊക്കെ 100 രൂപയാട്ടോ. ഈ കച്ചവടക്കാർ മുഴുവൻ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആണ്. എന്നിട്ട് പച്ച കുത്തുന്ന പോലത്തെ മഷി കുത്തിട്ട് നമ്മുടെ ടാറ്റ് പോലത്തെ സാധനം, കുറേയധികം സാധനമാണ്. അങ്ങനത്തെ കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് തലയിലിടുന്ന കുറേ സാധനങ്ങൾ, ഓരോരോ പൂവാണ്. എന്നിട്ട് മറ്റേ സ്ലൈഡ് പോലെ കയറ്റി വയ്ക്കുന്ന സാധനം. പക്ഷേ ഒന്നിച്ചിരിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ റോഡിൽ. അവരെയൊക്കെ കുറച്ച് പേരെയൊക്കെ അവിടെ നിന്ന് പോലീസുകാരും വന്ന് മാറ്റുകയാണ്. കാരണം അവിടെ ഇടയില്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇവർ വഴിയിൽ ഫുള്ള് നോർത്ത് ഇന്ത്യൻസിൻ്റെ കച്ചവടമാണ്. ഇതുകൊണ്ട് ഇട്ടാപ്പട്ടി അവനാ ക്യാമറ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവായി.
ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഭയങ്കര നിങ്ങളെല്ലാവരും ആലപ്പുഴക്കാരോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അല്ലാത്തവരാണെങ്കിലും ഇപ്പം ഒന്ന് വരണം. കാരണം അതിനുള്ളതുണ്ട്. ഇപ്പം ആലപ്പുഴയിലുള്ളവരെല്ലാം തന്നെ എല്ലാ ദിവസവും തന്നെ ഇവിടെയാണോ എന്ന് സംശയമുണ്ട്. അതുപോലെ തിരക്കാണ്. നല്ല എത്രമാത്രം ജനങ്ങളാണെന്നറിയാമോ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. കാരണം കൂടുതൽ പേരും ഈ കച്ചവടക്കാരെയും പിന്നെ ജയൻ്റ് വീല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അകത്തുണ്ട്. നമ്മൾ കറങ്ങുന്ന സാധനമില്ലേ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതിനകത്ത്. ഉണ്ടോ നോർത്ത് ഇന്ത്യൻ കച്ചവടം ഇതൊക്കെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ്. ഇത് മറ്റേ ഇതെല്ലാം കൂടെ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന സാധനം, ഇതിൻ്റെ പേരെന്നാന്ന് അറിയത്തില്ല. കുറേ ഇതെല്ലാം കച്ചവടങ്ങളാണ് ഈ ഇവിടെ നടക്കുന്നത്. അത് കാരണം അതുപോലെ ജനങ്ങളാണ് വരുന്നത് ഇവിടെ. കുറേയധികം പിള്ളേരുടെക്ക് ഭയങ്കരമായിട്ട് ഇത് രക്ഷയുണ്ടായില്ല. കാരണം പിടിച്ചു വയ്ക്കാൻ പറ്റാത്തില്ലാത്ത രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണ് ഇവിടെ. ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ, ഭയങ്കര ജനത്തിരക്കാണ് കേട്ടോ. അതേ മറ്റേ വലിയ ബലൂൺ ഉണ്ടോ, എന്നാ വലുപ്പം നോക്കി, വലിയ ബലൂൺ, നല്ല രസമുണ്ട്. ചെണ്ട ഇത് ഇയാൾ കൊട്ടുന്ന കാണാൻ നല്ല രസമാണ്. നമ്മൾ കൊട്ടുമ്പോൾ അത്ര രസം ഉണ്ടാവും തോന്നില്ല. എന്തോ കമ്മലുകൾ, ഷാളുകൾ, കമ്മൽ തന്നെയായിട്ടൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ. അത് കമ്മല്, തലയുടെ സാധനങ്ങൾ ദൂരെയാണെന്നറിയാം. കുറേ പേരൊക്കെ മേടിക്കുന്നുണ്ട്, കുറേ പേരൊന്നും മേടിക്കുന്നില്ല. നമ്മളെപ്പോലെ ഇങ്ങനെ എല്ലാം കണ്ട് നടക്കുന്ന ആൾക്കാരെ കൂടുതലും തോന്നും. ഈ സാധനം കുറേ ഉണ്ട്. ഈ അച്ച് കയ്യിൽ ഇങ്ങനെ വെക്കും. പുണ്യാളൻ ടേസ്റ്റ് ഡ്രിങ്ക്സ് കുറേ അധികം. ഭീമാ ജ്വല്ലറി, കൊമള വിടുന്ന ചേട്ടൻ കൊമള ഇങ്ങനെ. പക്ഷെ നല്ല വൈബാണ്. കുറേ പേര് അത് പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ അയാൾ വിടുന്ന കോമളകൾ നല്ല രസമാണ് കേട്ടോ. കാരണം എല്ലാവരും ഒന്ന് വരണം. കാരണം ഇനിയാണെങ്കിലും സമയമുണ്ട്. കാരണം ഇത് ജനുവരി തുടക്കത്തിൽ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് 26 വരെയാണ്. പക്ഷേ ഈ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ അന്നേരം വരെ തുടർച്ചയായിട്ടുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതെന്താ സാധനം എന്ന് അതിൻ്റെ പേരറിയത്തില്ല. ഇതാണ് ആ എൻട്രൻസിലേക്ക് നമ്മൾ എത്തി കേട്ടോ. കുറേ മുല്ലക്ക റോഡ് വഴി നടന്ന് മെയിൻ എൻട്രൻസിലേക്ക് എത്തി. മണ്ഡലോത്സവം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഡെക്കറേഷൻ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലാണിത് ഈ ലൈറ്റെല്ലാം ഇട്ട് കഴിയുമ്പോഴാണ് ഭയങ്കര രസം. പകൽ ഇത് ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോയിലുണ്ടെങ്കിൽ വെറുതെ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഹായ് അടിക്കണം കേട്ടോ. ഇതൊക്കെയല്ലേ ഒരു രസം. ഈ മുല്ലക്ക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയുടെ കറക്റ്റ് ഹൃദയ ഭാഗത്തായിട്ടാണ്. മെയിനായിട്ട് ഈ കിടങ്ങാമ്പറമ്പ് വരെ നീണ്ടു നിൽക്കുന്ന കച്ചവടമാണ്. മുല്ലക്കൽ ക്ഷേത്രം തൊട്ട് കിടങ്ങാമ്പറമ്പ് വരെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് കേട്ടോ ഈ മുല്ലക്കൽ ചെറുപ്പ്. ആലപ്പുഴ ജില്ലയിലെ ഇത് മറ്റേ ജയൻറ്റ് വീല് അങ്ങനെയുള്ള സാധനങ്ങൾ, മറ്റേ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കരിമീൻ ജ്യൂസ് ഫ്രഷ്, ഇത് മറ്റേ കുറേ അധികം പൊരി ഇതൊക്കെ വെക്കുന്ന. ഇവിടെ ഇല്ലാത്ത ഒരു സംഭവങ്ങളും ഇല്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശർക്കര, കരിപ്പട്ടി, കുലുക്ക് സർബത്ത്. ഈ സാധനത്തിന് 100 രൂപയും ഒരു പാക്കറ്റ്. നല്ല സാധനമാണ് കേട്ടോ. കാരണം കുറേ അധികം ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പാക്കറ്റിനകത്ത്. കുറേ അധികം ടേസ്റ്റുള്ള കുറേ ഡിഫറെൻറ്റ് ഷേപ്പൊക്കെ ഉള്ള സാധനങ്ങൾ. നല്ല സാധനമാണ്. 100 രൂപ ഒരു പാക്കറ്റിന്. അത് കിടങ്ങാമ്പറമ്പ് തൊട്ട് മുല്ലക്ക വരെ നീണ്ട് കിടക്കുക. വഴിവര കച്ചവടക്കാരും ആളുമ്പക്കളുമായിട്ട് അടിപൊളി. നിങ്ങൾ എന്താണല്ലോ ഒരു ദിവസം വരണം കേട്ടോ. കാരണം ഇത് കാണാനായിട്ട് ഈ അടുത്തുള്ള ജില്ലകളിലെ ഈ കോട്ടയം, എറണാകുളമൊക്കെ ജില്ലക്കാരെ എന്താണെങ്കിലും ഒന്ന് വരണം. ആലപ്പുഴക്കാരോട് പിന്നെ പ്രത്യേകം പറയാനില്ല. അവർ ഫുൾ ടൈം വൈകുന്നേരം ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോയിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫേസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചൊരു ഹായ് ഇടണം കേട്ടോ. അങ്ങനെയൊക്കെയല്ലേ കുറേ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുക. കൊമള വിടുന്ന ചേട്ടൻ. ഇതൊക്കെ എന്താ പേരെന്ന് അറിയത്തില്ല. 100 രൂപയാണ് കേട്ടോ ഈ സാധനത്തിന്. ഒരു ചേച്ചിയും കൊച്ചും നിന്ന് മേടിക്കുന്നുണ്ട് കണ്ടോ. എന്തോ മിഷ്യനാന്ന് തോന്നുന്നു. മറ്റേ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഊതി വിടുക. ഇത് എന്തോ മിഷ്യൻ പോലെ എന്തോ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന
ഈ വീഡിയോയിൽ കാണുന്ന കഴിഞ്ഞും നല്ല പോളി വൈബാണ് ഇവിടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, ഒന്ന് ആസ്വദിക്കുക. ഇതൊക്കെയല്ലേ ഉള്ളൂ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട്